LIC ജീവനക്കാർ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചു. LICയിൽ സംഘടനാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന തരത്തിൽ നടക്കുന്ന നീക്കങ്ങൾക്കെതിരെയായിരുന്നു ഇറങ്ങിപ്പോക്ക്. ഒഴിവുകൾ നികത്താതെ LICയെ തകർക്കാൻ ശ്രമം നടക്കുന്നതായി എംപ്ലോയീസ് യൂണിയൻ ആരോപിച്ചു. LICയിൽ വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് 3-4 വിഭാഗം തസ്തികകളിൽ ഉടൻ നിയമനം നടത്തുക, 85% ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന് നിയമപരമായി അംഗീകാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് LIC എംപ്ലോയീസ് യൂണിയൻ നേതൃത്വത്തിൽ ജീവനക്കാർ ഇറങ്ങിപ്പോക്ക് സമരം നടത്തിയത്. മുഴുവൻ ജീവനക്കാരും പണിമുടക്കിയതിനാൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 1 മണിക്കൂർ ജില്ലയിലെ LIC ഓഫീസുകളുടെ പ്രവർത്തനം സ്തംഭിച്ചു. LICയെ തകർക്കുന്ന സമീപനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് K. ബാഹുലേയൻ പറഞ്ഞു. LICയെ സംബന്ധിച്ചിടത്തോളം 90കളുടെ അവസാനത്തിൽ 1,16,000-ഓളം ജീവനക്കാർ ജോലി ചെയ്തിരുന്ന ഈ സ്ഥാപനത്തിൽ ഇന്ന് ഏതാണ്ട് 45,000 ജീവനക്കാർ മാത്രമായി ജീവനക്കാരുടെ എണ്ണം ചുരുങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മേഖലയിൽ ക്ലാസ് 4 വിഭാഗം ജീവനക്കാർ തീരെ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. 12,000-ഓളം ക്ലാസ് 4 ജീവനക്കാർ പണിയെടുത്തൊരു സ്ഥാപനമാണിത്. ഇവിടെ ഇപ്പോൾ ക്ലാസ് 4 ജീവനക്കാർ തീരെ ഇല്ലാതായിരിക്കുന്നു, വട്ടപൂജ്യമായിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. ഈ രീതിയിലൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് LIC ഉള്ളത്. വരുന്ന 3 വർഷം കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിനകത്ത് ജീവനക്കാരേ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു സാഹചര്യമായി മാറും. കണ്ണൂരിൽ LIC ഓഫീസിന് മുന്നിൽ നടന്ന ധർണ K. ബാഹുലേയൻ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ MK പ്രേംജിത്ത് അധ്യക്ഷത വഹിച്ചു. TC വിനോദ്, T. മണി, M. സുധീർ കുമാർ, MM മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരി, തളിപ്പറമ്പ്, പയ്യന്നൂർ, മട്ടന്നൂർ തുടങ്ങിയിടങ്ങളിലും പ്രതിഷേധം നടന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.